ബയോളജി സെക്കൻഡ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റയും അതിന് വരുന്ന മെമ്പേഴ്സുമാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് R.H. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ സെക്കൻഡ് കിങ്ഡം ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഫസ്റ്റ് കിങ്ഡമായ കിങ്ഡം മൊനീറ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിങ്ഡം ആയിരുന്നു. എന്നാൽ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് യൂകാരിയോട്സിൻ്റെ കിങ്ഡമാണ്. സോ കിങ്ഡം പ്രോട്ടിസ്റ്റ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ സെൽഡ് യൂകാരിയോട്സ്. യൂകാരിയോട്സും പ്രോകാരിയോട്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. എന്താണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്? ഒരു ട്രൂ ന്യൂക്ലിയസ്, അതായത് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസിനെ യൂകാരിയോട്സ് എന്നും, എന്നാൽ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്യാത്ത ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ പ്രോകാരിയോട്സ് എന്നും പറയുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലെജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുന്ന കുറച്ച് മെമ്പേഴ്സിൻ്റെ പേരാണിത്. ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലെജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ദേ ആർ കോമൺലി അക്വാട്ടിക്. ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും വെള്ളത്തിൽ ജീവിക്കുന്ന, വാട്ടറിൽ ജീവിക്കുന്ന ജീവികളാണ്. ദേ ആർ കോമൺലി അക്വാട്ടിക് ഇൻ ഹാബിറ്റാറ്റ്. ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് ദ അതേഴ്സ് ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫഞ്ചൈ. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫഞ്ചൈ അതുപോലുള്ള ഓർഗാനിസംസുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ട്. Being eukaryotes, the Protistian cell body contains a well-defined nucleus and other membrane-bound organelles. ഇത് യൂക്കാരിയോട്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് എന്തുണ്ടാവും? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടാകും ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗാനെല്ലസും ഉണ്ടാവും. അതായത് സെല്ലിനകത്ത് കാണപ്പെടുന്ന ഓർഗാനെല്ലസിനൊക്കെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ടാകും. ദെൻ സം ഹാവ് ഫ്ലജെല്ല ഓർ സിലിയ. ഇനി ഈ വാട്ടറിൽ മൂവ് ചെയ്യാനായിട്ട് കൂടുതലും അക്വാട്ടിക് ഓർഗാനിസംസ് ആണെന്ന് പറഞ്ഞു. ഈ അക്വാട്ടിക് ഓർഗാനിസത്തിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഫ്ലജെല്ല അല്ലെങ്കിൽ സിലിയ പോലുള്ള സ്ട്രക്ചേഴ്സ് ഈ പ്രോട്ടിസ്റ്റ്യൻ മെമ്പേഴ്സിൻ്റെ അകത്ത് ഉണ്ടാവും. Reproduce asexually and sexually by a process involving a fusion and zygote formation. ഇവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷലി അല്ലെങ്കിൽ അസെക്ഷലി ആവാം. മെയിനായിട്ട് 2 പ്രോസസ്സ് വഴിയാണ്: സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. ദെൻ ഇതിൻ്റെ ഫസ്റ്റ് മെമ്പറാണ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ക്രൈസോഫൈറ്റ്സ് അകത്ത് വരുന്ന 2 മെമ്പേഴ്സാണ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ക്രൈസോഫൈറ്റ്സിനകത്ത് മെയിനായിട്ട് വരുന്ന 2 മെമ്പേഴ്സാണ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ഗോൾഡൻ ആൽഗെ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഡെസ്മിഡ്സ്. ദെൻ ഫ്രഷ് വാട്ടർ ഓർ മറൈൻ ഹാബിറ്ററ്റിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ഒന്നുകിൽ ഫ്രഷ് വാട്ടറിലോ അല്ലെങ്കിൽ ഇത് മറൈൻ വാട്ടറിലോ കാണുന്നു. ഇത് മൈക്രോസ്കോപ്പിക് ആണ്. ദെൻ ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻസിൽ കൂടെ പാസീവായിട്ട് ഫ്ലോട്ട് ചെയ്താണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് പ്ലാങ്ക്ടൻസ് എന്നും പറയാറുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. ഇതിൽ കൂടുതലും സിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് കാണുന്നത്. ഇൻ ഡയാറ്റംസ് ദി സെൽ വാൾസ് ഫോം 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗെദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. ഇനി ഇതിലെ ഫസ്റ്റ് മെമ്പറായ ഡയാറ്റംസ്. ഈ ഡയാറ്റംസ് ഇതിൻ്റെ സെൽ വാളിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് ഓവർലാപ്പിംഗ് ഷെൽസ് കൊണ്ടുള്ള സെൽ വാൾസ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. അതായത് 2 ഷെൽ വാൾസ് ഒരുമിച്ച് ഓവർലാപ്പ് ചെയ്ത് കാണപ്പെടുന്നു. ഒരു സോപ്പ് ബോക്സ് എങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നോ ആ മോഡലിലാണ് ഇതിൻ്റെ സെൽ വാൾസ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ walls are embedded with silica and thus the walls are indestructible. ഇതിൻ്റെ സെൽ വാളിൻ്റെ കോമ്പണൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. സിലിക്ക കൊണ്ടാണ് ഇതിൻ്റെ സെൽ വാൾസ് അല്ലെങ്കിൽ ഷെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഇത് നശിച്ചു പോകാൻ പ്രയാസമാണ്. ദെൻ ദിസ് ഡയാറ്റംസ് ഹാവ് ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ വാൾ ഡെപ്പോസിറ്റ് ഇൻ ദെയർ ഹാബിറ്ററ്റ്. അതുകൊണ്ട് തന്നെ ഈ ഡയാറ്റംസ് ജീവിക്കുന്ന അതിൻ്റെ ഹാബിറ്ററ്റിൽ ഫ്രഷ് വാട്ടറോ മറൈൻ വാട്ടറോ എന്തോ ആവാം. അപ്പോൾ ഇത് ജീവിക്കുന്ന ഇതിൻ്റെ ഹാബിറ്റാറ്റിൽ ഇത് കുറച്ച് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഉണ്ടാകും. ഇത് നശിച്ചു പോകാതെ തന്നെ സെൽ വാൾ സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് അത് നശിച്ചു പോകാതെ അവിടെ കുറച്ച് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകും. ദിസ് അക്യുമുലേഷൻ ഓവർ ബില്യൺസ് ഓഫ് ഇയർ റെഫേർഡ് ആസ് ഡയാറ്റമീഷ്യസ് എർത്ത്.
ഇനി ഈ സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ചിലപ്പോൾ ഇത് സോയിൽ രൂപത്തിലാവാം. അതായത് ഇത് ജസ്റ്റ് ഒന്ന് ഡീകേ ചെയ്ത് പൊടിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് സോയിൽ രൂപത്തിലായും അവിടെ ഒരു ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു ഹാബിറ്റാറ്റ് ഫോം ചെയ്യുന്നു. അത് ജീവിച്ചിരുന്ന ഹാബിറ്റാറ്റിൽ ഒരു ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു പ്ലേസ് ഫോം ചെയ്യുന്നു. സോയിൽ ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് സോയിൽസ് ആൻഡ് സിറപ്സ്. ഇനി ഈ സോയിൽ മുന്നേ പറഞ്ഞ ഡയാറ്റമേഷ്യസ് എർത്ത് ഫോം ചെയ്യുന്ന സോയിൽ എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു? പോളിഷിങ്ങിനും ഓയിൽസിൻ്റെയും സിറപ്സിൻ്റെയും ഫിൽട്രേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡയാറ്റംസിനെയാണ് നമ്മൾ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇത് പ്ലാങ്ക്ടൺസ് ആണെന്ന് പറഞ്ഞു. പ്ലാങ്ക്ടൺസ് ആണ് ഒരു വാട്ടർ എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലാങ്ക്ടൺസ് ആണ്. അപ്പോൾ ഇതിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്താണ്? ഡയാറ്റംസ് ആണ്. ഡയാറ്റമീഷ്യസ് എർത്തും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഡയാറ്റമീഷ്യസ് എർത്തിൻ്റെ ഒരു ചെറിയ പിക്ചറാണ്. അതിൻ്റെ ഷെൽസ് ആണ് ഇവിടെ കാണുന്നത്. ദെൻ സെക്കൻഡ് മെമ്പർ ഇസ് ഡയനോഫ്ലജുലേറ്റ്സ്. ഫസ്റ്റ് മെമ്പർ ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞു. അടുത്ത മെമ്പറാണ് ഡയനോഫ്ലജുലേറ്റ്സ്. ദേ ആർ മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഇത് കൂടുതലും മറൈൻ ഹാബിറ്റാറ്റിലാണ് കാണുന്നത്. പിന്നെ ഇതെല്ലാം ഫോട്ടോസിന്തറ്റിക് ആണ്. ഇത് പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. appear in yellow, green, brown, blue or red depending on the pigments. ഇനി ഡയനോഫ്ലജുലേറ്റ്സിൻ്റെ ബോഡിയിൽ കുറച്ച് പിഗ്മെൻറ്റ്സ് കാണപ്പെടും. പിഗ്മെൻറ്റ്സ് മീൻസ് കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ. അതുപോലെ തന്നെ ഈ ഡയനോഫ്ലജുലേറ്റ്സിനെയും അത് ഒരുപാട് ഓർഗാനിസത്തിനെയും ഇതിനും മറ്റ് പല ഓർഗാനിസത്തിനും കളർ കൊടുക്കുന്നത് കുറച്ച് പിഗ്മെൻറ്റ്സുകളാണ്. അതുപോലെ തന്നെ ഡയനോഫ്ലജുലേറ്റ്സിലും കുറച്ച് പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. ആ പിഗ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് ഇതിനെ പല കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ്, അങ്ങനെ പല കളറിൽ കാണാൻ സാധിക്കും. സെൽ വാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് ഓൺ ദ ഔട്ടർ സർഫസ്. ഈ ഡയനോഫ്ലജുലേറ്റ്സിൻ്റെ ഔട്ടർ സർഫസ് സെൽ വാളിൻ്റെ കോമ്പണൻ്റ് എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. ഇതിൻ്റെ ഔട്ടർ സർഫസിൽ ഒരു വെൽ ഡിഫൈൻഡ് സെൽ വാൾ കാണുന്നു. ഈ സെൽ വാൾ സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 flagella. One lies longitudinally and other transversely in a furrow between the cell wall plates. ഇനി ഈ സെൽ വാൾ പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് ട്രാൻസ്വേഴ്സായിട്ട് ഒരു ഫ്ലജല്ലയും ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലയും, അങ്ങനെ 2 ഫ്ലജല്ലയാണ് ഡയനോഫ്ലജുലേറ്റ്സിന് കാണുന്നത്. Red dinoflagellates undergo rapid multiplication that they make the sea appear red. ഇന്ന് നമ്മൾ കുറച്ച് കളേഴ്സിൽ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ റെഡ് കളറിൽ കാണുന്ന ഡയനോഫ്ലജുലേറ്റ്സ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോണിയലെക്സ് ഒരു റെഡ് ഡയനോഫ്ലജുലേക്ക് എക്സാമ്പിളാണ്. ഈ റെഡ് ഡയനോഫ്ലജുലേറ്റ്സ് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് പെട്ടെന്ന് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഹാബിറ്റേറ്റ് എവിടെയാണോ കൂടുതൽ മറൈനിലാണ്. അപ്പോൾ ഈ സീ വാട്ടറിൽ ഇത് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ സീയെ ഒരു റെഡ് കളറിൽ ഒരു റെഡ് അപ്പിയറൻസ് ആ സീക്ക് കൊടുക്കും. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കും അത് ആ സീ ഒരു റെഡ് കളറിൽ കാണാൻ സാധിക്കും. ഇതിനെയാണ് റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. സോ റെഡ് ഡയനോഫ്ലജുലേറ്റ്സ് മീൻസ് റെഡ് ടൈഡ്സ്. ഇതാണ് റെഡ് ടൈഡ്സിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഇവിടെ സീ ഏത് കളറിൽ, ഇവിടെ സാധാരണ സീയുടെ വാട്ടറിൻ്റെ കളറിലും അല്ലാണ്ട് ഈ റെഡ് ടൈഡ്സ് ഫോം ചെയ്തെടുത്ത് ഫുള്ളായിട്ട് റെഡ് കളറിലും സീ അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ഡയനോഫ്ലജുലേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ടോക്സിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സീയിലെ അക്വാട്ടിക് ഓർഗാനിസത്തിനൊക്കെ ഹാർംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യും. അവിടുത്തെ മറൈൻ ഓർഗാനിസവും ഫിഷസും എല്ലാം അതിൻ്റെയൊക്കെ ഡെത്തിന് ഈ ടോക്സിക് സബ്സ്റ്റൻസസ് കാരണമാകുന്നു. ദെൻ തേർഡ് വൺ ഇസ് യൂഗ്ലിനോയിഡ്സ്.
യൂഗ്ലിനോയിഡ്സ് കൂടുതലും കാണപ്പെടുന്നത് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ്. ഫ്രഷ് വാട്ടറിലാണ്, അതിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന ഫ്രഷ് വാട്ടറിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദേ ഹാവ് പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ വിച്ച് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. ഇനി മുൻപ് പറഞ്ഞ എല്ലാ ഓർഗാനിസത്തിനും സെൽ വോൾ ഉണ്ടായിരുന്നു. ഇവിടെ ഈ യൂഗ്ലിനോയിഡ്സിന് സെൽ വോളിന് പകരം അതിൻ്റെ പുറത്ത് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് പെല്ലിക്കിൾ. ഈ പെല്ലിക്കിൾ എന്തിന്? ബോഡി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന് ഈ വാട്ടറിൽ കൂടെ മൂവ് ചെയ്യണ്ടേ, അപ്പോൾ ഈ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ലെയറിൻ്റെ പേരാണ് പെല്ലിക്കിൾ. ഇതിന് 2 ഫ്ലജല്ലയാണ് ഉണ്ടാവുക. ഒരു ഷോർട്ട് ഫ്ലജല്ലയും ഒരു ലോങ് ഫ്ലജല്ലയും ഉണ്ടാകും. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഇത് ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. ഇനി സൺലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഇത് ഹെറ്ററോട്രോപ്സ് ആയിരിക്കും. ഒന്നുകിൽ ഹെറ്ററോട്രോപ്സ് ആയിരിക്കും, അതായത് പ്രിഡേറ്റ് ചെയ്യുന്നു മറ്റ് ഓർഗാനിസത്തിനെ. ഈ യൂഗ്ലിനോയിഡ്സിനെക്കാളും ചെറുതായിട്ടുള്ള മറ്റ് ഓർഗാനിസത്തിനെയൊക്കെ അത് ഫുഡായിട്ട് എടുക്കും, ഫീഡ് ചെയ്യും. അങ്ങനെ വെൻ ഡിപ്രൈവ്ഡ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോപ്സ് ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ സ്മോൾ ഓർഗാനിസം. അങ്ങനെ ഇത് ഹെറ്ററോട്രോപ്സ് ആയിട്ടും ആക്ട് ചെയ്യും. ഒരേ ടൈമിൽ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഓട്ടോട്രോപ്പിക് ആയിട്ടും എന്നാൽ സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഹെറ്ററോട്രോപ്പിക് ആയിട്ടും ബിഹേവ് ചെയ്യുന്ന ഒരു മെമ്പറാണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. The pigments of euglenoids are identical to those present in higher plants. ഇനി ഹയർ പ്ലാന്റ്സിന് പ്രസൻ്റ് ആയിട്ടുള്ള കുറച്ച് പിഗ്മെൻറ്റ്സിന് ഈക്വൽ ആയിരിക്കും ഇവിടെ യൂഗ്ലിനോയിഡ്സിലുള്ള പിഗ്മെൻറ്റ്സും. അതിന് കറക്റ്റ് ഐഡൻറ്റിക്കൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂഗ്ലിനയാണ്. ഇവിടെ യൂഗ്ലിനയുടെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഫ്ലജെല്ലം, ഇതിൻ്റെ ന്യൂക്ലിയോളസ്, ക്ലോറോപ്ലാസ്റ്റ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെല്ലിക്കിളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പെല്ലിക്കിൾ. ഓക്കെ, ദെൻ 4th വൺ സ്ലൈം മോൾഡ്സ്. അടുത്ത മെമ്പറാണ് സ്ലൈം മോൾഡ്സ് എന്ന് പറയുന്നത്. സ്ലൈം മോൾഡ്സ് ആണ് ഈ പ്രോട്ടിസ്റ്റ്യൻ മെമ്പേഴ്സിൻ്റെ സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് സ്ലൈം മോൾഡ്സ് ആണ്. ദി മോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഈ സ്ലൈം മോൾഡ്സിൻ്റെ ബോഡി എന്ത് ചെയ്യുന്നു? ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്വിഗ്സിലും ലീവ്സിലും ഒക്കെ പോയിട്ട് അവിടെയുള്ള ഓർഗാനിക് മെറ്റീരിയൽ, അതായത് ഈ ലീവ്സിനെയും ട്വിഗിനെയൊക്കെ ഡീക്കേ ചെയ്തിരിക്കുന്ന ലീവ്സിനെയും ട്വിഗിനെയൊക്കെ അത് എൻഗൾഫ് ചെയ്യുന്നു, വിഴുങ്ങുന്നു. ദെൻ under suitable conditions they form an aggregation called plasmodium which may grow and spread over several feet. ഇനി സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇത് ഒരുപാടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്യും. ഇത് എല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്മോഡിയം ആയിട്ട് ഫോം ചെയ്യുന്നു. ദെൻ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ദി പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ആൻഡ് ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബിയർ സ്പോർസ് അറ്റ് ദ ടിപ്പ്. ഇനി ഇത് അൺഫേവറബിൾ ആയിട്ടുള്ള, അതിന് വളരാൻ കഴിയാത്ത സാഹചര്യം ആകുമ്പോൾ ഈ പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ടിപ്പിലായിട്ട്, അതായത് ഈ ഓരോ ഓർഗാനിസത്തിൻ്റെയും ടിപ്പിലായിട്ട് കുറച്ച് ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ ടിപ്പിൽ സ്പോർസ് ഉണ്ടാകും. ഈ സ്പോർസ് ലിബറേറ്റ് ചെയ്ത് പുതിയ സ്ലൈം മോൾഡ്സ് ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ പുതിയ സ്ലൈം മോൾഡ്സ് ഫോം ചെയ്യുന്നു. സ്പോർ പ്രോസസ് ട്രൂ വാൾസ്. ഇവിടെ ഈ സ്പോർസിനെല്ലാം ട്രൂ വാൾസ് ഉണ്ട്, അതായത് ഒരു വാൾ അവിടെ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ they are extremely resistant and survive for many years even under adverse conditions. ഇനി ഈ സ്പോർസ് എല്ലാം അൺഫേവറബിൾ കണ്ടീഷനിലാണ് ഈ സ്പോർസ് എല്ലാം പുറത്തു പോകുന്നത്. ഇനി അവിടെ എത്ര അഡ്വേഴ്സ് കണ്ടീഷൻ, അതായത് ഇതിന് ഈ സ്പോർട്സിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരുന്നാലും ഈ സ്പോർട്സിന് ഒരു നാശവും സംഭവിക്കില്ല. കാരണം അതിന് ചുറ്റും ഒരു ട്രൂ വാൾ പ്രസൻ്റ് ആണ്. ഈ വാൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്പോർ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇതിൻ്റെ ഫേവറബിൾ കണ്ടീഷനിൽ ഇത് പുതിയൊരു സ്ലൈം മോളായിട്ട് ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് വരെ അതവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ദെൻ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. ഈ സ്പോർ ഡിസ്പേഴ്സ് ചെയ്യുന്നത് എയർ കറൻസ് വഴിയാണ് ഇത് മറ്റ് സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന പിക്ചർ സ്ലൈം മോൾഡ്സിന് ഒരു എക്സാമ്പിളാണ്. ഇവിടെ കുറച്ച് പ്ലാസ്മോഡിയംസ് ഫോം ചെയ്തതാണ് ഈ കാണുന്നത്. ദെൻ പ്രോട്ടോസോവൻസ്. നെക്സ്റ്റ് മെമ്പറാണ് പ്രോട്ടോസോവൻസ്. Protozoans are heterotrophs and live as a
പ്രിഡേറ്റേഴ്സ് ഓർ പാരാസൈറ്റ്സ്. പ്രോട്ടോസോയൻസ് എന്ന് പറയുന്നത് ഹെട്രോട്രോപ്സ് ആണ്, ഓട്ടോട്രോപ്പിക് അല്ല, ഹെട്രോട്രോപ്സ് ആണ്. ലീവ് എസ് എ പ്രിഡേറ്റേഴ്സ് ഓർ പാരാസൈറ്റ്സ്. പ്രിഡേറ്റേഴ്സ് ആയിട്ടോ പാരാസൈറ്റ്സ് ആയിട്ടോ ജീവിക്കുന്ന ജീവികളാണ് പ്രോട്ടോസോയൻസ്. ഇതിന് കുറച്ച് ടൈപ്പ് ഓഫ് പ്രോട്ടോസോയൻസ് പ്രസൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ ഇസ് അമീബോയിഡ് പ്രോട്ടോസോയൻസ്. അമീബോയിഡ് പ്രോട്ടോസോയൻസ് നമുക്ക് ആ നെയിം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അമീബയുമായി എന്തൊക്കെ സാമ്യമുള്ള കുറച്ച് പ്രോട്ടോസോയൻസ് ആണ് അമീബോയിഡ് പ്രോട്ടോസോയൻസ്. ദേ ലീവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ഓർ മോയിസ്റ്റ് സോയിൽ. ഈ അമീബോയിഡ് പ്രോട്ടോസോയൻസ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിലോ സീ വാട്ടറിലോ അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിലിലോ, അതായത് അക്വാട്ടിക് കണ്ടീഷൻസ്, വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതാണ് ഫ്രഷ് വാട്ടർ, സീ വാട്ടർ അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിൽ, ഒരു വാട്ടർ കണ്ടൻറ് ഉള്ള സോയിൽ. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ ബൈ പുട്ടിംഗ് ഔട്ട് സ്യൂഡോപോഡിയ ആസ് ഇൻ അമീബ. മുൻപ് പറഞ്ഞ പോലെ അമീബയായിട്ട് ഇതിന് ചെറിയൊരു സാമ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് അതിൻ്റെ പ്രേയെ, അതിൻ്റെ ഇരയെ അതിനടുത്ത് പോയി സ്യൂഡോപോഡിയ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോൾസ് ലെഗ്സ് ആണ്, ഫോൾസ് ഫീറ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് അമീബയെ പോലെ തന്നെ അതിനെ ക്യാപ്ചർ ചെയ്യാൻ, അതിൻ്റെ പ്രേയെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അമീബോയിഡ് പ്രോട്ടോസോയൻസിന് കഴിയുന്നു. ഇതിന് സിലിക്ക ഷെൽസ് പ്രസൻ്റ് ആണ് ഇതിന് ചുറ്റും. ഇതിൻ്റെ സർഫസിൽ ഒരു സിലിക്ക ഷെല്ല് പ്രസൻ്റ് ആണ്. ദെൻ സം ഓഫ് ദം സച്ചസ് എൻഡമീബ ആർ പാരാസൈറ്റ്സ്. ഇതിലുള്ള കുറച്ച് ഇതിന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു പ്രെഡേറ്റേഴ്സ് അല്ലെങ്കിൽ പാരാസൈറ്റ്സ് ആയിട്ടാണ് പ്രോട്ടോസോയൻസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അമീബോയിഡ് പ്രോട്ടോസോയൻസിലെ പാരാസൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ് എൻഡമീബ. ഓക്കെ, ഇതൊരു എൻഡമീബയുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോയൻസ്. അമീബോയിഡ് പ്രോട്ടോസോയൻസ് കഴിഞ്ഞു, അടുത്ത് ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോയൻസ് ആണ്. ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോയൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ അറിയാം, ഫ്ലജല്ല പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടോസോയൻസ് ആണ് ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോയൻസ്. ദി മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ എയ്തർ ഫ്രീ ലിവിങ് ഓർ പാരാസൈറ്റിക്. ഇത് ഫ്രീ ലിവിങ്ങോ അല്ലെങ്കിൽ പാരാസൈറ്റിക് ആയിട്ടോ ജീവിക്കുന്ന പ്രോട്ടോസോയൻസ് ആണ്. They have flagella. Parasitic forms causes disease such as sleeping sickness. Example trypanosoma. ഇനി ഇതിൻ്റെ പാരാസൈറ്റിക് ഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യനിൽ തന്നെ ഡിസീസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിവുള്ള കുറച്ച് ജീവികളാണ്. അതിന് സ്ലീപ്പിംഗ് സിക്നസ് എന്നാണ് പറയുന്നത്. ട്രിപ്പനോസോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോസോയനാണ് സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത്. ഇത് ആനിമൽസിൽ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടോസോവനാണ് ട്രിപ്പനോസോമ. ദെൻ തേർഡ് വൺ ഇസ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് മീൻസ് aquatic and actively moving because of the presence of thousands of cilia. സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ ഫ്ലജുലേറ്റഡ് പ്രോട്ടോസോവൻസ് പറഞ്ഞ പോലെ തന്നെ സിലിയേറ്റഡ് പ്രോട്ടോസോവൻസിൽ സിലിയ പ്രസൻ്റ് ആണ്. ഇത് അക്വാട്ടിക് ആണ്. പിന്നെ സിലിയ പ്രസൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ആക്റ്റീവ്ലി മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം മൂവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സ്ട്രക്ചേഴ്സാണ് ഫ്ലജല്ല ആൻഡ് സിലിയ. അപ്പോൾ സിലിയ പ്രസൻ്റ് ആണെങ്കിൽ അത് എപ്പോഴും മൂവ് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസം ആയിരിക്കും. ദേ ഹാവ് എ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. ഇതിൻ്റെ ബോഡിയിൽ ഒരു ക്യാവിറ്റി പ്രസൻ്റ് ആയിരിക്കും, അതിനെ ഗല്ലറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ക്യാവിറ്റി ബോഡിയുടെ ഔട്ട്സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. ഈ ഗല്ലറ്റാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ സിലിയ വെച്ച് ഇത് മൂവ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഫുഡിനെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗള്ളറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇതിന് എക്സാമ്പിളായിട്ടാണ് പാരമീസിയം പറയുന്നത്. പാരമീസിയം ഇതൊരു ട്രിപ്പനോസോമയുടെ സ്ട്രക്ചറാണ്. ഈ സെൻറ്ററിൽ കാണപ്പെടുന്നത് ഇതാണ് ട്രിപ്പനോസോമ. ഇത് ബ്ലഡ് സെൽസ് ആണ് ചുറ്റും കാണുന്നത്. അപ്പോൾ ഈ ട്രിപ്പനോസോമ പ്രസൻ്റ് ആയിരിക്കുന്ന ആൾക്കാരിൽ എന്തുണ്ടാവും, സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാവും. ഇതാ ഇതിൻ്റെ ഫ്ലജല്ലയൊക്കെ ഇവിടെ കാണാം. ദെൻ ഇത് ഒരു പാരമീസിയത്തിൻ്റെ എക്സാമ്പിളാണ്. പാരമീസിയാണ്. ഇതിന് ഇതിവിടെ കാണാം കുറേ സിലിയ പ്രസൻ്റ് ആണല്ലേ, ഇതിന് ചുറ്റും ഇതിൻ്റെ സർഫസിൽ ഫുൾ സിലിയയാണ്. അതുകൊണ്ടാണ് വാട്ടർ കറൻസിൻ്റെ കൂടെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇവിടെ ഒരു ഗള്ളറ്റ് പ്രസൻ്റ് ആണ്. ഓക്കെ, ഇതിനും ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട്, പെല്ലിക്കിൾ. ദെൻ
Last one is sporozoans. Sporozoans have an infectious spore-like stage in their life cycle. Sporozoans എന്ന് പറയുന്നത് കുറേ ഡൈവേഴ്സ് ഓർഗാനിസംസ് പ്രസൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ഈ ഒരു ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഈ സ്പോറോസോവൻസിന് പ്രസൻ്റ് ആണ്. സ്പോറോസോവൻസ് അതായത് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻഫെക്ഷ്യസ് ആയിരിക്കും. ഇതിൻ്റെ ലൈഫ് സൈക്കിളിലെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പോർ സ്റ്റേജ് ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്ലാസ്മോഡിയം, അതായത് മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് പ്ലാസ്മോഡിയം. മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്പോറോസോവൻ വഴിയാണ്. ഇത് ഹ്യൂമൻ പോപ്പുലേഷനിൽ വളരെയധികം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് മലേറിയ. അപ്പോൾ സ്പോറോസോവൻസിന് ഹ്യൂമനിലും ഡിസീസ് കോസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ പഠിക്കാനായിട്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ അപ്പോൾ നമുക്ക് കിങ്ഡം പ്രോട്ടിസ്റ്റയും അതിൻ്റെ കുറച്ച് മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. ക്രൈസോഫൈറ്റ്സ്, ഡയനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ്, പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസിൽ തന്നെ അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ് പഠിച്ചു. ഓക്കെ, താങ്ക് യു.